Ammini Johnny. Okay. She is grandmother of Nova Binoy of grade 5. She is still working. She is working with the Rural Employment Guarantee Scheme. She used to work with the Kudumbashri, but now she's working with the Rural Employment Guarantee Scheme. She goes every day to work and she does hard labor every day at this age. And one girl I met in the morning, to walk from that end to this end, she was sitting on the road. I asked her, what happened? Ma'am, I'm tired. She said, ma'am, I'm tired. We are little children and we get tired. And at this age, Mrs. Ammini is working hard labor. We welcome you to our school assembly, ma'am. You'd like to talk to our children? Good morning, കുട്ടികളെ. ഞാൻ ഈ സ്കൂളിന്റെ തൊട്ട് ഫ്രണ്ടിൽ കാണുന്ന വീട്ടിലെ അമ്മച്ചിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ അറിയാമോ? ഞാനിവിടെ വന്നിരിക്കുന്നത് ഈ സ്കൂളിൽ ജാഫർ സാർ എൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങളോട് എൻ്റെ അനുഭവം നിങ്ങളോടൊന്ന് പറയാൻ. അപ്പൊ അതിനു വേണ്ടിയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. എൻ്റെ പേര് അമ്മണി. ഞാൻ നോവ ബിനോയുടെ വെല്ലുമിച്ചയ. മനസ്സിലായോ നിങ്ങൾക്ക്? 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന നോവ ബിനോയുടെ അമ്മച്ചിയാണ് ഞാൻ. അപ്പം നിങ്ങളുടെ അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ അനുഭവമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. നിങ്ങൾ ഇന്നിപ്പം നല്ല ഹാപ്പി ആയിട്ടല്ലേ ജീവിക്കുന്നേ? ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തില് ഞങ്ങൾക്ക് സ്കൂളിൽ പോകണമെങ്കിൽ ഒത്തിരി നടന്നു പോകണമായിരുന്നു. ഇവിടെ നിന്ന് മച്ചപ്ലാവിലൊക്കെ ആയിരുന്നു ഞങ്ങൾ നടന്നു പോയി പഠിച്ചത്. അനുഭവം പറയാം കേട്ടോ അമ്മച്ചിയുടെ. അപ്പൊ അങ്ങനെ ഞങ്ങൾ നടന്നു പോയി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഇന്നിവിടെ എങ്ങനെയുണ്ട്? ബസ്സിൽ വന്ന് ഇറങ്ങി നിങ്ങളുടെ പേരൻസ് നിങ്ങൾക്ക് ബുക്ക്, പുസ്തകം, ബാഗ്, കൊട ഇതെല്ലാം സുരക്ഷിതമായിട്ടല്ലേ തരുന്നേ? ഞങ്ങളുടെ അന്നത്തെ ജീവിതത്തിൽ 55 വർഷം മുമ്പുള്ള കഥയാ അമ്മച്ചി പറയണത് നിങ്ങളോട്. അപ്പം നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? ഈ ജീവിതത്തില് നമുക്ക് എല്ലാവർക്കും നല്ല സുഭിക്ഷിതമായിട്ട് ജീവിച്ച് വന്ന വ്യക്തികളല്ല നിങ്ങളുടെ പേരൻസ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ ഈ ജീവിതത്തിൽ നിങ്ങൾക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും തന്ന് നിങ്ങളുടെ പേരൻസ് നിങ്ങളെ വളർത്തുമ്പോൾ നിങ്ങൾ അവരോട് എന്നെ ചെയ്യണം? നല്ല സ്നേഹമുള്ള മക്കളായിരിക്കണ്ടേ? ആയിരിക്കണ്ടേ? അപ്പൊ അത് കാരണം ഞങ്ങൾ പഠിച്ചപ്പോ ഞാൻ പറഞ്ഞില്ലേ, സ്കൂളിൽ പോയപ്പോ നടന്ന് 3-4 കിലോമീറ്റർ നടന്ന് ഞങ്ങൾക്ക് എന്നെ ചെയ്തു? പുസ്തകമില്ല, ബുക്കില്ല, ബാഗില്ല, കൊടയില്ല, ചെരുപ്പില്ല. ചെരുപ്പൊന്നും ഇല്ലാതെ ഞങ്ങൾ നടന്നു പോയി ആ സ്കൂളിൽ പഠിച്ച്. ഇന്ന് നിങ്ങൾക്ക് അതാത് ദിവസങ്ങളിൽ നിങ്ങൾ ഓരോ ചെരുപ്പുകൾ മാറി വാങ്ങിച്ചു തരണമെന്ന് നിങ്ങൾ മാതാപിതാക്കളോട് പറയില്ലേ? പറയില്ലേ? ഈ വർഷം ഉപയോഗിച്ചത് അടുത്ത വർഷം ഞങ്ങൾ ഉപയോഗിക്കില്ല എന്ന് നിങ്ങൾ പറയില്ലേ? പറയും. അപ്പൊ ചേച്ചിക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയാൻ പാടില്ല, മലയാളമാണ് അറിയാവുള്ളൂ. അപ്പൊ മലയാളത്തിലാണ് പറയണേ. മലയാളത്തിൽ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവണ്ടല്ലോ എന്ന് അറിയാൻ പാടില്ല. പക്ഷെ നിങ്ങൾ എന്നെ ചെയ്യണം? നിങ്ങളുടെ മാതാപിതാക്കൾക്ക് അനുസരണയുള്ള കുട്ടികളായിട്ട് ജീവിക്കണം. നിങ്ങൾ ഇവിടെ മാതാപിതാക്കൾക്ക് മാത്രം അനുസരണയല്ല, നിങ്ങളുടെ ടീച്ചേഴ്സിനോട് എങ്ങനെയാ നിൽക്കണം? അനുസരണ വേണ്ടേ? വേണ്ടേ? അവരോടും അനുസരിക്കണം. പിന്നെ ആരോട് നമ്മൾ കടമപ്പെട്ടിരിക്കണം? ദൈവത്തോട് എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം. എന്തെന്ന് പ്രാർത്ഥിക്കണം? ദൈവമേ, എനിക്ക് ഇന്ന് നടക്കാനുള്ള ആരോഗ്യവും ബലവും ശക്തിയും ജ്ഞാനവും വിവേകവും ഒക്കെ തരണേന്ന് ദൈവത്തോട് നമ്മൾ രാവിലെ എണീക്കുമ്പോഴും വൈകുന്നേരം കിടക്കാൻ ചെല്ലുമ്പോഴും ഒക്കെ പ്രാർത്ഥിച്ച് കിടക്കണം. അപ്പൊ അതൊക്കെ നിങ്ങൾ ചെയ്യാറുണ്ടോ? നിങ്ങളുടെ പേരൻസ് ഒക്കെ പറഞ്ഞു തരാറുണ്ടോ? പഠിക്കണം, നമുക്ക് പഠിക്കണമെന്ന് പറഞ്ഞു തരാറില്ലേ? ഈ പ്രാർത്ഥിക്കണമെന്ന്. അപ്പൊ പ്രാർത്ഥനയാണ് ഏറ്റവും വലുത്. പ്രാർത്ഥിച്ചത് പിന്നെ പ്രാർത്ഥന ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ എന്ന് വെച്ചോണ്ട് ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഇല്ല, ചെയ്യണം. എന്നാ ചെയ്യണം? രാവിലെ ചെയ്യുന്ന കൃത്യനിഷ്ഠകളെല്ലാം നമ്മൾ ഓൾറെഡി ചെയ്ത്. ഞങ്ങളൊക്കെ എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മിറ്റ അടിക്കണമായിരുന്നു, പാത്രം തേക്കണമായിരുന്നു, വെള്ളം കോരണമായിരുന്നു, വിറക് വെട്ടണമായിരുന്നു, ഇതെല്ലാം ചെയ്യണമായിരുന്നു. ഞങ്ങൾക്ക് ആഹാരം ഉണ്ടാക്കണമെങ്കിൽ അടുപ്പിലായിരുന്നു. ഇന്നിപ്പോ ആരെങ്കിലും അടുപ്പിൽ തീ കത്തിക്കണ്ടോ?
ഈ അമ്മച്ചി പോലും ഇപ്പൊ എന്നെയും ഗ്യാസിലാ. ഈ അമ്മച്ചിക്കും നല്ല ഇതായി. അന്ന് ചെയ്ത കാര്യമാണ് അമ്മച്ചി പറയണേ. ഇന്നിപ്പോ എല്ലാം സുഭിക്ഷിതമായിട്ട്, ഇന്നിപ്പോ ഗ്യാസ് ഉണ്ട്, മിക്സി ഉണ്ട്, വാഷിംഗ് മെഷീൻ ഉണ്ട്, ഫ്രിഡ്ജ് ഉണ്ട്. ഇതൊന്നും ഇല്ലാത്ത കാലത്ത് ജീവിച്ച അമ്മച്ചിയുടെ കഥയാ പറയണേ. ഇതൊന്നും ഇല്ലാത്തപ്പോ നമ്മൾ അടുപ്പില് വെന്ത് വേവിച്ച് തിന്ന ഭക്ഷണങ്ങളൊക്കെ കഴിച്ച്, അന്ന് ഞങ്ങളൊക്കെ കഴിച്ച ആഹാരത്തിനകത്ത് ഒരു വിഷാംശം എന്ന് പറഞ്ഞില്ലായിരുന്നു. നിങ്ങക്ക് കപ്പ എന്ന് പറഞ്ഞ എന്നാന്നറിയാമോ? ചേന അറിയാമോ? കാച്ചിലറിയാമോ? ചെറുകിഴങ്ങ്, അരി. ഞങ്ങളൊക്കെ ജീവിച്ചപ്പോ ഞങ്ങൾ എന്നെ ചെയ്തു, നെല്ല് വിതച്ച് അത് കൊയ്ത് കുത്തി ആ അരി എടുത്താറും ചോറൊക്കെ കഴിച്ചോണ്ടിരുന്നത്. 3-4 വർഷമായുള്ളൂ ഇപ്പൊ അമ്മച്ചി അതൊക്കെ ഉപേക്ഷിച്ചിട്ട്. അതുവരെ അമ്മച്ചി അതൊക്കെ ചെയ്തുകൊണ്ട് നടന്ന. അപ്പൊ അത് കാരണം നിങ്ങൾ എന്നെ ചെയ്യണം, നിങ്ങളുടെ ഈ ഭക്ഷണ രീതികള് നിങ്ങൾക്ക് ഇപ്പൊ ഇന്ന് എന്ത് വേണമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേരൻസ് ഉണ്ടാക്കി തരൂലേ. ഞങ്ങൾ അന്ന് സ്കൂളിൽ പോയപ്പോ ഞങ്ങൾക്ക് കപ്പ പുഴുങ്ങിയൊക്കെ തിന്നേച്ചാ ഞങ്ങൾ പോയത്. കാന്താരി മുളക് വരച്ച് ആ കപ്പ പുഴുങ്ങിയതൊക്കെ തിന്നേച്ചാ ഞങ്ങളെ സ്കൂളിൽ പോയി. ഇന്ന് നിങ്ങൾക്ക് ഇന്ന് ഇഡ്ഡലി വേണമെന്ന് പറഞ്ഞാൽ ഇഡ്ഡലി, നാളെ ദോശ, പിറ്റേ ദിവസം ഇടിയപ്പം, പിറ്റേ ദിവസം എനിക്ക് ചപ്പാത്തി മതി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേരൻസ് ഉണ്ടാക്കി തരൂലേ. അപ്പൊ ആ പേരൻസിനെ എന്ത് ബഹുമാനിക്കണം, എന്ത് ചെയ്യണം, അവരോട് എന്ത് സ്നേഹം ചെയ്യണം നിങ്ങൾ പറഞ്ഞേ മലയാളത്തില്. അപ്പൊ അത് കാരണം ഞാൻ പറയണേ, അപ്പൊ അന്ന് അതൊക്കെ ചെയ്താണ് ഞങ്ങള് ജീവിച്ചു പോകുന്ന ഒരു കാലഘട്ടം. അപ്പൊ ആ കാലഘട്ടത്തിൽ നിന്ന് നിങ്ങള് അപ്പൊ ഈ നിങ്ങളുടെ കാലഘട്ടത്തിൽ ചേച്ചിയും വന്നു. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഈ സാധനങ്ങളെല്ലാം ഇപ്പൊ എന്റെ മക്കളായിട്ട് ഞാൻ എല്ലാം സുഭിക്ഷിതമായിട്ട് ഇപ്പൊ ഈ വീട്ടിൽ താമസിക്കണം നിങ്ങള് ഓരോരുത്തർ. അപ്പൊ അത് കാരണം അന്ന് ഞങ്ങൾക്കിടെ കൂടെ ഉണ്ടായിരുന്നവരില് നല്ല വീട്ടിലൊക്കെ പഠിക്കുന്ന പിള്ളേർക്കൊക്കെ ബാഗും കൊടയും ചെരുപ്പും. അപ്പൊ ഒക്കെ ഞങ്ങളൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട്, ദൈവമേ എനിക്കൊരു ബാഗ് ഉണ്ടായിരുന്നെങ്കിൽ, എനിക്കൊരു കൊടയുണ്ടായിരുന്നെങ്കിൽ, വേറൊരാളുടെ കൊടയെ ചൂടിപ്പോയ ആ അനുഭവമൊക്കെ അമ്മച്ചിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുപോലെ അതൊന്നും നിങ്ങൾക്കില്ലാതെ നിങ്ങളുടെ പേരൻസ് നിങ്ങളെ നടത്തുമ്പോ അത് എങ്ങനെ ഞങ്ങളെ നടത്തണമെന്ന് നിങ്ങൾ എന്നെ ചെയ്യണം, ചിന്തിക്കുക. ഇന്ന് കിട്ടണ ബുക്ക് നാളെ ചെല്ലുമ്പോഴത്തേക്കും പകുതി കീറി കളഞ്ഞേച്ച് പോവരുത്. ഞങ്ങൾ ഒരു ബുക്കിനകത്ത് മലയാളത്തിന്റെ എഴുതും, കണക്കിന്റെ എഴുതും, സയൻസിന്റെ എഴുതും, പകുതി പേപ്പറിനകത്ത് എഴുതും. അന്ന് ഇങ്ങനെ ഇത്രയും കൃത്യനിഷ്ഠയൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ പഠിച്ച് ഒരു കാലമായിരുന്നു. അതല്ല ഇന്ന് നിങ്ങൾക്ക്. അപ്പൊ അത് കാരണം നിങ്ങൾ നല്ല പിള്ളേരായി, കുട്ടികളായി പഠിച്ച് മിടുക്കന്മാരും മിടുക്കികളും ഒക്കെ ആകാനാണ് അമ്മച്ചിയുടെ ആഗ്രഹം. അപ്പൊ അത് എന്റെ ഈ നോവ മാത്രമല്ല, നിങ്ങളൊക്കെ എന്റെ പേരൻസുകളാ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളിവിടെ അസംബ്ലിയൊക്കെ വന്ന് നിൽക്കുമ്പോ എന്റെ കൊച്ചുങ്ങളെ എനിക്ക് ഈ പ്രദേശത്ത് ഇങ്ങനെ ഒരു സ്കൂൾ വന്നത് ഇതൊക്കെ കണ്ടു കഴിയുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അത് എന്നാ സങ്കടം അപ്പൊ പറഞ്ഞു വന്നു കഴിയുമ്പോ സങ്കടമായി പോവുക. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ കൊച്ചിനെ ഇവിടെ പഠിക്കാനുള്ള ഇത്രയും തൊട്ടടുത്തുനിന്ന് വന്ന് അന്നൊന്നും ഞങ്ങള് പഠിക്കുമ്പോ 3-4 ക്ലാസ് വരെയൊന്നും ഇംഗ്ലീഷൊന്നും ഇല്ല. ഇന്നിപ്പോ LKG തൊട്ട് ഇംഗ്ലീഷാണ് നിങ്ങൾ പഠിക്കുന്നത്. അപ്പൊ അത് കാരണം നിങ്ങൾക്ക് നല്ല ഭാവി തലമുറ ഒക്കെ ഉണ്ടാവട്ടെ എന്നും എല്ലാം ആശംസിച്ചുകൊണ്ട് അമ്മച്ചി നിർത്തുന്നു. നമസ്കാരം.